ഹായ്, വെൽക്കം ടു എബിക് ലാൻ. നമ്മൾ സ്പോക്കൺ ഹിന്ദിയുടെ ബാക്കിയുള്ള ഭാഗങ്ങളായിട്ടാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ചർച്ച ചെയ്തതിൽ തന്നെ ഒരു കോൺവെർസേഷൻസ് ആണ്. ഓക്കെ, കോൺവെർസേഷന് നമ്മൾ ഹിന്ദിയിൽ പറയാം അഭിവാദൻ എന്നാണ്. കോൺവെർസേഷൻ അഭിവാദൻ എന്നാണ് ഹിന്ദിയിൽ പറയാം. വാർത്താലാപ് എന്നതും പറയാറുണ്ട്. വാർത്താലാപ് ഇവിടെ ടീച്ചർ ബേസിക് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ്. ബേസിക് ഗ്രീറ്റിംഗ്സോട് കൂടിയാണ് നമ്മൾ കോൺവെർസേഷൻ എപ്പോഴും തുടങ്ങാറുള്ളത്. നമസ്തേ, ഹലോ, ഇത് മുന്നേ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നും കൂടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. നമസ്തേ, ഹലോ. അപ്പൊ നമ്മൾ തിരിച്ച് നമസ്തേ എന്നാണ് പറയാറ്. ആപ് കൈസേ ഹേ, താങ്കൾ എങ്ങനെയുണ്ട്? ഹൗ ആർ യു? മേ ഠീക് ഹൂം, ധന്യവാദ്, ഐ എം ഫൈൻ, താങ്ക് യു എന്നാണ് പറയാ. പിന്നെ മുझे ഹിന്ദി സമജ് നഹി ആത്തി, എനിക്ക് ഹിന്ദി അറിയില്ല എന്നതാണ് പറയുന്നത്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹിന്ദി. അതിന് ആൻസർ നമ്മൾ പറയാ कोई बात नहीं, मैं समझाने की कोशिश करूंगा और करूं. ഞാൻ നിങ്ങളെ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഐ വിൽ ട്രൈ ടു എക്സ്പ്ലെയിൻ ഇറ്റ്, ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്നതാണ്. क्या आप अंग्रेजी बोलते हैं? എന്താ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഹാ, തോടാ തോടാ. യെസ്, ലിറ്റിൽ, എ ലിറ്റിൽ, കുറച്ച് ഞാൻ സംസാരിക്കും. कृपया धीमे बोलिए, कृपया, പ്ലീസ്. സ്പീക്ക് സ്ലോലി, മെല്ലെ സംസാരിച്ചാലും എന്നതാണ്. ठीक है, मैं धीरे बोलूंगा, ഞാൻ മെല്ലെ പറയാം. ഓക്കെ, ഐ വിൽ സ്പീക്ക് സ്ലോലി. ഇതിൽ നമുക്ക് വരുന്ന ആക്ടിവിറ്റി, ഒരു സ്റ്റുഡൻറ്റും പേഴ്സ് ആയിട്ട് നിന്നിട്ട് ഈ കോൺവെർസേഷൻ നമ്മൾ പറഞ്ഞു നോക്കും. അങ്ങനെ ഒരു ഫ്ലുവൻസി വരും. നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഫ്ലുവൻസി വരും ഹിന്ദി വേർഡ്സ്. ഓക്കെ, അപ്പൊ അതുപോലെ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഡിറക്ഷൻ ചോദിച്ച് നമ്മൾ പോകുമ്പോൾ വഴിയൊക്കെ ചോദിക്കൂലേ, അതിനാ ഡിറക്ഷൻ. ഓക്കെ, ഡിറക്ഷൻ ചോദിച്ചുകൊണ്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ്. ഡിറക്ഷന് ഹിന്ദിയിൽ നാം റാസ്ത പൂച്ചന എന്ന് പറയും. റാസ്ത പൂച്ചന. ये कितनी दूर है? How far is this? ये कितनी दूर है? ये करीब 2 किलोमीटर दूर है. It is about 2 kilometer away. ഇത് 2 കിലോമീറ്റർ ദൂരെയുണ്ട്. ये करीब, करीब പറഞ്ഞ അടുത്തെന്നുള്ള 2 കിലോമീറ്റർ ദൂരെയാണ് ഉള്ളത്. ഓക്കെ, ബസ് സ്റ്റാൻഡ് കഹാ ഹെ? ബസ് സ്റ്റാൻഡ് എവിടെയാണ്? വേർ ഇസ് ദ ബസ് സ്റ്റാൻഡ്? ബസ് സ്റ്റാൻഡ് ഇസ് സഡക് സേ അന്ത് മേ ഹെ, ഈ റോഡിന്റെ എൻഡിലാണ് ആരുള്ളത്? ബസ് സ്റ്റാൻഡ് ഉള്ളത്. ദ ബസ് സ്റ്റാൻഡ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് റോഡ്. മുझे इस पते पर जाना है. ഐ നീഡ് ടു ഗോ ടു ദിസ് അഡ്രസ്, എനിക്ക് ഈ അഡ്രസ്സിലാണ് പോകേണ്ടത്. മുझे ഇസ് പത്തേ, പത്തേ പറഞ്ഞാല് അഡ്രസ് ആണ്. പർ ജാനാ ഹെ, ആ അഡ്രസ്സിലാണ് പോകേണ്ടതെന്ന്. ആപ് ഇസ് ടാക്സി സെ ജാ സക്തേ ഹെ, നിങ്ങൾക്ക് ഈ ടാക്സിയിൽ പോകാം. ആപ് ഇസ് ടാക്സി സെ ജാ സക്തേ ഹെ, യു ക്യാൻ ടേക്ക് ദിസ് ടാക്സി. क्या ये सब और ट्रेन हवाई आड़े जाती है? Does this bus or train go the airport? यहाँ यह सीधे हवाई आड़े जाती है. Yes, it goes directly to the airport. The airportലേക്ക് പോകും എന്നതാണ്. ഇവിടെ അതുപോലെ ഡിറക്ഷൻസ് ചോദിച്ചുകൊണ്ടുള്ള മാപ്സ് നമുക്ക് കാണിച്ചിട്ട് ഡിറക്ഷൻസ് ചോദിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. കോൺവെർസേഷൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഷോപ്പിംഗ് ആൻഡ് ബാർഗെയിനിങ് ആണ്. ഖരീദാരി ഓർ മോലാബ് കർണ. ഓക്കെ, ഇതില് കോൺവെർസേഷൻ വരുന്നത് ये कितने रुपए का, ഇത് എത്ര റുപ്പീസിൻ്റെതാണ്? ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ്?
500 रुपये का है. ഇത് 500 രൂപയുടേതാണ്. It cost 500 rupees. मुझे छूट मिल सकती है. Can I get a discount? छूट ഡിസ്കൗണ്ട് ആണ് ഇവിടെ. ചുറ്റി പറഞ്ഞാൽ ഡിസ്കൗണ്ട് ആണ്. എനിക്ക് ഡിസ്കൗണ്ട് തരുമോ? ठीक है, आपको 10% छूट मिलेगी. Okay, you will get a 10% of discount. यह बहुत महंगा है. This is very expensive. This is very expensive. हम आपको कम कीमत में दे सकते हैं. We can give it to you at a lower price. मुझे यह पसंद है. I like this. धन्यवाद. Thank you. ഇവിടെ റോൾ ഷോപ്പ് കീപ്പറും നമ്മളുമായിട്ടുള്ള ഒരു റോൾ പ്ലേ നമുക്ക് കസ്റ്റമറും ഷോപ്പ് കീപ്പറുമായിട്ടുള്ള ഒരു റോൾ പ്ലേ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ വരുന്നത് ഹോട്ടൽസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻസ് ആണ്. ഹോട്ടലിലും യാതായാത് എന്ന് പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ ആണ്. അവിടെ എന്തൊക്കെയാണ് നമ്മൾ സംസാരിക്കുക? ക്യാ യഹാ കോയി ഖാലി കമറ ഹെ? ഇത് നമ്മൾ ഹോട്ടലിൽ ചോദിക്കും അല്ലെ. ക്യാ യഹാ കോയി ഖാലി കമറ ഹെ? ഈസ് ദർ എനി വേക്കന്റ് റൂം ഹിയർ? ഇവിടെ റൂം വേക്കന്റ് ഉണ്ടോ? ഹാ, ഹമാരെ പാസ് ഖാലി കമറെ ഹെ. യെസ്, വി ഹാവ് വേക്കന്റ് റൂംസ്. एक रात का किराया कितना? एक रात का किराया, किराया means rent. എത്രയാണ്? What is the price per night? Rent of the per night ആണ് ചോദിക്കുന്നത്. एक रात का किराया 1500 रुपये है. The price for per night is 1500 rupees. Okay. कृपया मुझे ടാക്സി ബുക്ക് കർ ദീജിയെ. എനിക്ക് ഒരു ടാക്സി ബുക്ക് ചെയ്തു തന്നാലോ? പ്ലീസ് ബുക്ക് എ ടാക്സി ഫോർ മീ. ഹാ, आपकी टैक्सी 10 मिनट में आ जाएगी. Yes, your taxi will arrive in 10 minutes. നിങ്ങൾക്ക് 10 മിനിറ്റിനുള്ളിൽ എന്ത് വരും? ടാക്സി, നിങ്ങളുടെ ടാക്സി വരും. ടാക്സി का किराया कितना होगा? How much will be the taxi fare? लगभग 300 रुपये लगेंगे. It will be cost around 300 rupees. ഇവിടെയും നമുക്ക് ഏതുപോലെ ആക്ട് ചെയ്യാം? റോൾ പ്ലേ ആയിട്ട് ആക്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, ഇനി ഒരു എമർജൻസി ആപത്തിക്കാൽ സിറ്റുവേഷനാണ് എമർജൻസി സിറ്റുവേഷൻസ് എന്ന് പറയാം. മുझे മദദ് ചാഹിയേ. എനിക്ക് ഒരു ഹെൽപ്പ്, ഐ നീഡ് ഹെൽപ്പ്. എനിക്ക് എവിടെയെങ്കിലും നമ്മൾ പെട്ടുപോയി, അങ്ങനെ നമ്മൾ ചോദിക്കുന്നതാണ് ഐ നീഡ് ഹെൽപ്പ് അല്ലേ. അപ്പം മുझे മദദ് ചാഹിയേ. ക്യാ ഹുവാ? അപ്പൊ അവര് നമ്മളോട് എന്താ ചോദിക്കുക? എന്താ ഉണ്ടായത്? ക്യാ ഹുവാ? मैं आपकी मदद कर सकता हूँ. What happened? I can help you. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കും. क्या हुआ? मैं आपकी मदद कर सकता हूँ. मेरा പാസ്പോർട്ട് खो गया. എന്താണ് ഉണ്ടായത്? मेरा പാസ്പോർട്ട് खो गया. I have lost my passport. എനിക്ക് എന്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു. आपको पुलिस स्टेशन जाना चाहिए. താങ്കൾക്ക് പോലീസ് സ്റ്റേഷൻ പോകുന്നോ? You should go to the police station. നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാം. പോലീസ് സ്റ്റേഷൻ കഹാ ഹെ? പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? Where is the police station? പോലീസ് സ്റ്റേഷൻ 500 മീറ്റർ ദൂർ ഹെ. ഇവിടുന്ന് 500 മീറ്റർ ദൂരെയാണ് പോലീസ് സ്റ്റേഷൻ. The police station is 500 meters away from here. Okay. मुझे अस्पताल जाना है. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. I need to go to the hospital. मैं आपको अस्पताल ले जाऊंगा. ഞാൻ നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. I will take you to the hospital. आपातकालीन नंबर क्या है? आपातकालीन नंबर क्या है? What is the emergency number? भारत में आपातकाल नंबर 112 है. The emergency number is in India is 112 ആണ്. Okay.
ഇത് ഡെയിലി നമ്മൾ യൂസേജ് ചെയ്യാൻ വേണ്ടി എങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യണം എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഡെയിലി യൂസേജ് സെന്റൻസുകൾ നമ്മൾ പറഞ്ഞു, അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, റിവ്യൂ ചെയ്യുക, ഡിറക്ഷൻസിനെ നോക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എടുത്തതാണ്. ഡിറക്ഷൻസ് എങ്ങനെ ചോദിക്കും, ഷോപ്പിങ്ങിൽ ബാർഗെയിൻ എങ്ങനെ ചെയ്യും, ഹോട്ടൽ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യങ്ങളിൽ എങ്ങനെ സംസാരിക്കാം, എമർജൻസി സിറ്റുവേഷനിൽ എന്തൊക്കെ കൈകാര്യങ്ങൾ ചെയ്യും, എങ്ങനെയാണ് സംസാരിക്കാം. ഇത്രയും ഇതാണ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഡെയിലി യൂസ് സെന്റൻസ്, ആസ്കിംഗ് ഫോർ ഡയറക്ഷൻ, ഷോപ്പിംഗ് ആൻഡ് ബാർഗെയിനിങ്, ഹോട്ടൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, എമർജൻസി സിറ്റുവേഷൻ. അപ്പൊ താങ്ക് യു. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. താങ്ക് യു, ധന്യവാദം.